ശരിക്കും ജിയോയത്ത് പോലൊരു ബ്രാൻഡിന് നമ്മൾ സാധാരണ എല്ലാവരും ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ പ്രതീക്ഷിക്കുക ശരിക്കും ഒരു ബ്രാൻഡ് അവയർനെസ് പോസ്റ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് അതിനെ പറ്റിയൊക്കെയുള്ള പോസ്റ്റുകൾ അങ്ങനെയൊക്കെ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. എക്സ്പെക്ട് ചെയ്യാത്തതിന് അപ്പുറം, എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനേക്കാളും അപ്പുറത്തോട്ടൊരു പോസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് അവിടെ ചെല്ലണം എന്നുള്ളൊരു ഇതിലാണ് ഇങ്ങനൊരു കാര്യം വർക്കൗട്ട് ചെയ്തത്. ആദ്യം ഒരു ഇൻഷുറൻസിന്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി. അപ്പം അത് നോക്കുമ്പോഴേക്കും ശരിക്കും ഒരു ബ്രാൻഡ് അവയർനെസ്, ശരിക്കും നമ്മൾ സാധാരണ ഒരു പോസ്റ്റ് പോലെ തന്നെ ബ്രാൻഡ് കളർ യൂസ് ചെയ്തുകൊണ്ടൊരു കാര്യമുള്ളൂ. അപ്പം അതിലേക്കൊരു ക്യാരക്ടറിനെ കൊണ്ടുവരിക, എന്നിട്ട് അതിനെ വെച്ചിട്ട് പറയുമ്പോഴേക്കും, അതായത് നമ്മളൊരു സാധനം കാണിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയുന്നതും വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാണുന്ന ഒരു ഓഡിയൻസിന് അത് റിലേറ്റഡ് ആവും അവരുമായിട്ട്. അപ്പം അതിനകത്ത് ഇൻഷുറൻസ് എടുത്താലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് അവരുടെ ടെൻഷനും അവരുടെ കാര്യങ്ങളും ഒക്കെ അതിനകത്തോട്ട് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവിനകത്തോട്ട് കാണിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു കരോസലായിട്ട് ചെയ്തിരിക്കുന്നത്.